നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓഡിറ്റ് നടത്തിയതിനു ശേഷം പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. പെൻഷൻ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഇന്നാക്റ്റീവ് എന്നോ അല്ലെങ്കിൽ ആക്റ്റീവ് അല്ല എന്നെല്ലാമാണ് കാണുന്നത്. പല ആളുകളും പറയുന്നത് വീട്ടിൽ AC, കാറ് എന്നിവ ഉള്ളത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്നാണ്. വീട്ടിൽ AC, കാർ ഉണ്ടെങ്കിൽ പെൻഷൻ മുടങ്ങുമോ? എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പല ആളുകളുടെയും പെൻഷൻ മുടങ്ങിയത് വീട്ടിൽ AC, കാർ എന്നിവ ഉള്ളത് കൊണ്ടാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീട്ടിൽ ഇങ്ങനെ സൗകര്യങ്ങളുള്ള വീടുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ല. പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് ചൂട് കൂടുതലാണ്. 35 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചൂട് കൂടുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും, നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ആരുടെയെങ്കിലും റൂമിൽ AC വെച്ച് കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ വിധവ പെൻഷൻ ലഭിക്കുന്ന അല്ലെങ്കിൽ അതുപോലത്തെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് പെൻഷൻ ലഭിക്കില്ല. സർക്കാർ തീരുമാനം മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ നാടുകളിലെ ചൂട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ വീടുകളിലും AC ഒരു സർവ്വസാധാരണമായിരിക്കുകയാണ്. എന്നിരുന്നാലും 60 വയസ്സ് കഴിഞ്ഞ് ലഭിക്കുന്ന അല്ലെങ്കിൽ വിധവകളായി ലഭിക്കുന്ന പെൻഷൻ 1600 അല്ലെങ്കിൽ 1300 രൂപ ഇനി അവർക്ക് ലഭിക്കുകയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഇതിന് ഔദ്യോഗികമായി ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ പെൻഷൻ മുടങ്ങിയ പല ആളുടെയും കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു, പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുടെയും വീടുകളിൽ ഒരു പരിശോധന നടത്തും അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് നടത്തപ്പെടുകയാണെന്നുള്ളത്. ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഇത് പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും 20% മുതൽ 30% വരെയുള്ള ആളുകളെ പെൻഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പലർക്കും പല കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിലും ഒരുപാട് ആളുടെയും പെൻഷൻ മുടങ്ങിയത് വീട്ടിൽ ഇങ്ങനെ സ്വന്തമായി വാഹനം ഉണ്ടാവുക അല്ലെങ്കിൽ AC ഉണ്ടാവുക, 2000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാവുക, അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയത്. AC അല്ലെങ്കിൽ അതുപോലെ തന്നെ കാറ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള ആര് വാങ്ങിയാലും ശരി നമ്മുടെ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും സർക്കാർ തലത്തിൽ ഇതിനൊരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തുച്ഛമായ പൈസയാണ് അല്ലെങ്കിൽ തന്നെ പെൻഷൻ ലഭിക്കുന്നത്. പല ആളുകൾക്കും 1200, 1300 പെൻഷൻ മാത്രമാണ് ലഭിക്കുന്നത്. വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രമാണ് 1600 രൂപ ലഭിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതായാലും പെൻഷൻ മുടങ്ങിയ കാര്യത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് വീട്ടിൽ AC, കാർ ഉണ്ടാവുക എന്നുള്ളത്. നമുക്കൊരു പുതിയ വീഡിയോസ് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.